ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിയമനത്തിനായി വിജ്ഞാപനം വന്നിട്ടുണ്ട്. PSCയുടെ വിജ്ഞാപനമാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 3/9/2025 ബുധനാഴ്ച വരെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിൽ കിടക്കാം. കാറ്റഗറി നമ്പർ 215/2025 PSCയുടെ വിജ്ഞാപനമാണ്. വകുപ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. ഔദ്യോഗിക പേര് വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ. ശമ്പളം 27,900 രൂപ മുതൽ 63,700 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം 1, എറണാകുളം 1, തൃശ്ശൂർ 1, പാലക്കാട് 1. ഈ തസ്തികയിലേക്ക് പുരുഷന്മാരും ഭിന്നശേഷിക്കാരും അപേക്ഷിക്കേണ്ടതായിട്ടില്ല. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് 2/1/1999 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃത പ്രായപരിധി ഇളവുകൾ ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ശാരീരിക യോഗ്യതകൾ. ഉദ്യോഗാർത്ഥികൾ ശാരീരിക ക്ഷമതയുള്ളവരായിരിക്കണം. ഇനി പറയുന്ന കുറഞ്ഞ ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ഉയരം പാദരക്ഷയില്ലാതെ, അതായത് ചെരുപ്പില്ലാതെ പൊതുവിഭാഗ ഉദ്യോഗാർത്ഥികൾക്ക് 152 സെന്റിമീറ്ററും SC/ST വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് 150 സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം. നീന്തലിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. 2 മിനിറ്റ് 15 സെക്കൻഡിനുള്ളിൽ 50 മീറ്റർ നീന്തി പൂർത്തിയാക്കണം. നീന്തൽ കുളത്തിന്റെ ആഴം കൂടിയ ഭാഗത്ത് 2 മിനിറ്റ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇത് രണ്ടും വിജയിച്ചാൽ മാത്രമേ നീന്തൽ പരീക്ഷയിൽ വിജയിച്ചതായി കണക്കാക്കുകയുള്ളൂ. ഇനി കാഴ്ചശക്തി നോക്കാം. കണ്ണടയില്ലാതെ, 2 കണ്ണിനും ദൂരക്കാഴ്ച 6/6 സ്നെല്ലൻ, സമീപ കാഴ്ച 0.5 സ്നെല്ലൻ. ഇനി കായികക്ഷമതാ പരീക്ഷ നോക്കാം. ഉദ്യോഗാർത്ഥികൾ ഇനി പറയുന്ന നാഷണൽ 1 സ്റ്റാർ സ്റ്റാൻഡേർഡ് നിലവാരത്തിലുള്ള കായികക്ഷമതാ പരീക്ഷയിൽ 8 ഇനത്തിൽ ഏതെങ്കിലും 5 എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം. ഇനങ്ങൾ: 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡ്, ഹൈ ജമ്പ് 106 സെന്റിമീറ്റർ, ലോങ് ജമ്പ് 305 സെന്റിമീറ്റർ, പുട്ടിംഗ് ദ ഷോട്ട് പുട്ട് 4 kgയുടെ 488 സെന്റിമീറ്റർ, 200 മീറ്റർ ഓട്ടം 36 സെക്കൻഡ് കൊണ്ട്, ത്രോയിങ് ദ ത്രോ ബോൾ 14 മീറ്റർ, ഷട്ടിൽ റേസ് 4x25 മീറ്റർ 26 സെക്കൻഡ്, സ്കിപ്പിംഗ് 1 മിനിറ്റ് കൊണ്ട് 80 തവണ. ഇങ്ങനെയുള്ള 8 എണ്ണത്തിൽ 5 എണ്ണമെങ്കിലും യോഗ്യത നേടിയിരിക്കണം. ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവുകൾ കായികക്ഷമതാ പരീക്ഷയ്ക്ക് മുന്നോടിയായി എടുക്കുന്നതാണ്. നിശ്ചിത ശാരീരിക അളവുകൾ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുപ്പിക്കുന്നതല്ല. കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനിടയിൽ അപകടം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷയിൽ തുടർന്ന് പങ്കെടുക്കാൻ വീണ്ടും അനുവദിക്കുന്നതല്ല. കായികക്ഷമതാ പരീക്ഷ, നീന്തൽ പരീക്ഷ എന്നിവയുടെ ടെന്റേറ്റീവ് ഷെഡ്യൂൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു ബോണ്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കുറഞ്ഞത് 7 വർഷമെങ്കിലും നിർബന്ധമായും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സേവനം അനുഷ്ഠിക്കാമെന്നും അതിന് കഴിയാതെ വന്നാൽ സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിച്ച തുകയായ 50,000 രൂപ അല്ലെങ്കിൽ പ്രസ്തുത സമയത്ത് സർക്കാർ നിശ്ചയിക്കുന്ന തുക ഗവൺമെന്റിലേക്ക് ഒടുക്കിക്കൊള്ളാമെന്നും സമ്മതിച്ചുകൊണ്ട് ഒരു ബോണ്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ട്രെയിനിങ്ങിനെ കുറിച്ച് നോക്കാം. സ്റ്റേറ്റ് ഫയർ ആൻഡ് സർവീസ് ട്രെയിനിങ് സ്കൂളിലോ അതിനായി നിശ്ചയിച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ 6 മാസത്തെ പരിശീലനം പൂർത്തിയാക്കേണ്ടതും അതിനുശേഷം പരിശീലനത്തിന് അനുസരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ നടത്തുന്ന പരീക്ഷ പാസ്സാകേണ്ടതുമാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമി നടത്തുന്ന ടെസ്റ്റ് യോഗ്യതയും നേടിയ ട്രെയിനികളെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ നിയമന ശുപാർശ മുൻഗണനാ ക്രമത്തിൽ സേവനത്തിലേക്ക് നിയമിക്കുന്നതാണ്. പരിശീലനത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഫയർ സ്റ്റേഷനിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലനം പൂർത്തിയാക്കേണ്ടതും പരിശീലനത്തിന് അനുസരിച്ചിട്ടുള്ള വിഷയത്തിൽ നടത്തുന്ന പരീക്ഷയിൽ പാസ്സാകേണ്ടതുമാണ്. ട്രെയിനിങ് കാലയളവിന്റെ അവസാന 2 ആഴ്ചയിൽ ഒരു എഴുത്തു പരീക്ഷയും ഒരു പ്രായോഗിക പരീക്ഷയും നടത്തുന്നതും അവയിൽ പരാജയപ്പെടുന്നവരുടെ ട്രെയിനിങ് 1 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നതും വീണ്ടും അവർക്ക് പരാജയപ്പെട്ട വിഷയങ്ങളിൽ പരീക്ഷ നടത്തുന്നതുമാണ്. പുനർപരീക്ഷയിൽ പരാജയപ്പെട്ട വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർക്ക് കോഴ്സ് പാസ്സാകുന്നതിന് ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ 3ാമൊരു അവസരം കൂടി നൽകുന്നതാണ്. പരിശീലന കാലത്ത് അടിസ്ഥാന ശമ്പളം സ്റ്റൈപ്പൻഡായി നൽകുന്നതാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം അവർക്ക് ട്രെയിനിങ് പീരീഡിലെ വേതനവും അലവൻസും ലഭ്യമാക്കുന്നതാണ്. അവസാന പരീക്ഷ ഉൾപ്പെടെയുള്ള പരിശീലന കാലയളവ് ഡ്യൂട്ടിയായി കണക്കാക്കുന്നതാണ്. ഇനി അപേക്ഷിക്കേണ്ട വിധം നോക്കാം. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്.
ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും. ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്ത് പരീക്ഷ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന സ്ഥിരീകരണം തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ വഴി നൽകേണ്ടതാണ്. അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാന 15 ദിവസങ്ങൾക്കുള്ളിൽ ലഭ്യമാവുകയുള്ളൂ. പരീക്ഷ എഴുതാനുള്ള സ്ഥിരീകരണം നിശ്ചിത സമയപരിധിക്കുള്ളിൽ നൽകാത്തവരുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. പരീക്ഷ ഷെഡ്യൂളും സിലബസും പ്രത്യേകം വിജ്ഞാപനം ചെയ്യുന്നതാണ്. ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയ രേഖയായി നൽകേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 3/9/2025 ബുധനാഴ്ച രാത്രി 12 മണി വരെ. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കുക. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.